ഭാഗമായി ആരംഭിക്കുന്ന ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കെസിയ അന്നാമത്തായിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബാബു സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സൂമിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഇനി ജോയിൻ ചെയ്യുവാനുള്ളവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുവാൻ ഈ പഠനം ഞങ്ങൾക്ക് സഹായമാകണമേ. ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രാകേഷ് ബ്രദറിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹത്തിനും അവരുടെ ജീവിത വിജയത്തിനും കാരണമായി തീരുവാൻ ഇടയാകട്ടെ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ആമേൻ. തോംസൺ. Yes, sir. Okay. Shall I continue? Yes, sir. Okay. എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിനോട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? 144. 144. ഓക്കെ. ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും വെയിറ്റിംഗിലുണ്ടോ ജോയിൻ ചെയ്യാനായിട്ട്? ഇല്ല സാർ. എല്ലാവരും ജോയിൻ ചെയ്തു. ഓക്കെ സർ, ഈ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് താല്പര്യപൂർവ്വം വന്നിരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും ഹാലലിയ അക്കാഡമിയുടെ പേരിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ബാബു ജോൺ വേട്ടമല. ഞാൻ ഇപ്പോൾ ലണ്ടനിലാണ്. ഒരു ഹീബ്രു അധ്യാപകനാണ്. ഹാലലിയയിൽ സ്ഥിരമായി വേദപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ലാസ്സിനെ പറ്റി, ഈ ഇംഗ്ലീഷ് പ്രോഗ്രാമിനെ പറ്റി ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ഇൻസ്ട്രക്ടറെയും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുന്നതിനാണ് എ ഫ്യൂ മിനിറ്റ്സ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫണ്ടമെന്റലായിട്ട് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കും ഇല്ലാതെ ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ ഉപയോഗിക്കുക. വേറൊരാൾ പറയുന്നതോ എഴുതുന്നതോ കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റെന്താന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ, ലാംഗ്വേജിന്റെ സ്ട്രക്ചർ പഠിപ്പിക്കുക. ഇൻ ദ എൻഡ് യു ബിക്കം എ ടീച്ചർ. അതാണ് ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ എൻഡ് യു ക്യാൻ ബിക്കം എ ടീച്ചർ. നിങ്ങൾക്ക് അവസാനം ഒരു നല്ല ഇംഗ്ലീഷ് ഭാഷ അധ്യാപകനായി മാറാം. അതാണ് ഈ കോഴ്സിന്റെ എയിം. ഇതിന്റെ ദൈർഘ്യം 1 വർഷമാണ്. 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റൻസീവ് ഇംഗ്ലീഷ് സ്റ്റഡി പ്രോഗ്രാമാണ്. ഇന്റൻസീവ് ആണ്, വളരെ ഗൗരവമായ ക്ലാസ്സാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ വരുന്ന ആളുകൾ 1 രജിസ്റ്റർ ചെയ്യണം, 2 വീഡിയോ ഓൺ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടായാലും അത് ഇന്ന് പഠിപ്പിച്ച ഏരിയയിൽ എന്ന് വെക്കരുത്. ജനറലി ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി അല്ലെങ്കിൽ ഗ്രമാറ്റിക്കൽ ആക്യുറസിയെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം അണ്ടർ ദ സ്കൈ ഉണ്ടെങ്കിലും ക്ലാസ് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ ഞങ്ങൾ ഓക്സിലറീസാ പഠിപ്പിക്കുന്നിരിക്കട്ടെ. നിങ്ങൾക്കൊരു സംശയമുള്ള പ്രിപ്പോസിഷനെ പറ്റിയാണ്, നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെന്റൻസ് കൺസ്ട്രക്റ്റിനെ പറ്റിയൊരു സംശയം നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു സെന്റൻസ്, മലയാളത്തിൽ വരുന്ന ഒരു സെന്റൻസ്, അത് കറസ്പോണ്ടിങ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ അതും ചോദിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ അണ്ടൻ ഓടണം എന്നൊക്കെ പറയും, അവനും എന്നൊക്കെ പറയും അല്ലേ? അതിന്റെ തുല്യമായ ഇംഗ്ലീഷ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിക്കാം. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിക്കാവുന്നതാണ്. ഏറ്റവും ബേസിക് തുടങ്ങി, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഏറ്റവും ബേസിക് തുടങ്ങി അതിന്റെ ഹയസ്റ്റ് ലെവലായ സെന്റൻസ് സ്ട്രക്ചേഴ്സ്, സെന്റൻസ് സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ തീരുകയാണ്.
108 structures on the sentence structures on the English. ഈ 108 sentence structures വരുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച് തീർന്ന് ഫിനിഷ്ഡ്. ആ നോളജ് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാം, ഏത് ലെവലിലും പഠിപ്പിക്കാം. IELTS-ഓ ടോഫലോ അല്ലെങ്കിൽ സെൽറ്റായോ ഏതിന് വേണമെങ്കിലും നിങ്ങൾ പഠിപ്പിക്കാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ടീച്ചേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ. അവരെങ്ങനെ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നു അത് അതുപോലെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യണം. അതുപോലെ ഇവിടെ പറയുന്ന എല്ലാ വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ ഞങ്ങൾ ചെക്ക് ചെയ്ത ശേഷമാണ് കെസിയ ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം സെന്റൻസ് സ്ട്രക്ചർ എല്ലാം നിങ്ങൾ എന്തെങ്കിലും ആ സെന്റൻസ് പറയും നോക്കിക്കോ. ഗ്രമാറ്റിക്കാലിറ്റി കംപ്ലീറ്റ് പെർഫെക്റ്റ് ഗ്രാമറാണ്, പ്യുവർ ഗ്രാമറാണ് പഠിപ്പിക്കുന്നത്. ആ ഗ്രാമർ മുഴുവൻ നിങ്ങൾ പഠിച്ചോണം. കാരണം ഇംഗ്ലീഷിന്റെ ആക്യുറസി മുഴുവനും ഇംഗ്ലീഷിന്റെ ഗ്രാമറാണ്. അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തെറ്റുമില്ലാതെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും. അതാ പറയുന്നത് ഇറ്റ്സ് എൻ ഇന്റൻസീവ് കോഴ്സ്. നിങ്ങൾ നോട്ട്ബുക്കുമായിട്ട് പേനയുമായിട്ട് വരണം. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങളുടെ സംശയങ്ങൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചോദിക്കാവൂ. നിവൃത്തിയുള്ളത്തോളം ഇടയ്ക്ക് ചോദിക്കരുത്. കാര്യം ഇടയ്ക്ക് ചോദിച്ചാൽ ടീച്ചിങ്ങിന്റെ ഫ്ലോ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് ഈ ഇന്റൻസീവ് ഇംഗ്ലീഷ് കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഹല്ലേലൂയ അക്കാദമി ധാരാളം കോഴ്സസ് കൊടുക്കുന്ന കൂട്ടത്തിൽ പബ്ലിക്കിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഒരു ഫ്രീ ആയ കോഴ്സുകൾ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഫ്രീ ആണ് എന്ന കാര്യം ഓർത്തിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫോർമാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലാസ്സസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ആണ്. ക്ലാസ്സസ് മുഴുവൻ നിങ്ങൾ ഫ്രീ ആണ്. ഈ ക്ലാസ്സിന്റെ വീഡിയോ കാണണം എന്ന് ആഗ്രഹമുള്ള, വീഡിയോ വേണമെന്ന് ആഗ്രഹമുള്ളവർ അവർ ടോംസിനെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ടോംസൺ നിങ്ങളോട് പറഞ്ഞു തരും. ക്ലാസ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ഹൈ സ്കോറിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദമെടുത്ത ഒരു വളരെ യങ് ആൻഡ് എനർജറ്റിക് പേഴ്സൺ ആണ് കെസിയ. ആൻഡ് കെസിയ എൻ്റെ ഫാമിലി ഫ്രണ്ടിന്റെ മകളാണ്. അതിലുപരിയായി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. Kesia will be joining with me in London very shortly in pursuit of her higher studies. So I have the great joy and privilege to introduce to you Kesia Anna Mathai, whom you can call Miss in the class. Madam എന്നൊന്നും കയറി വിളിച്ചോളരുത്. പിന്നെ Mrs. Kesia എന്ന് വിളിച്ചത്, Mrs. ഒന്നും ആയിട്ടില്ല. The best thing is you can call her Miss. That's the right way of calling her or addressing her. നിങ്ങളുടെ so that is Kesia. I introduce Kesia to her. You can clap your hands and welcome Kesia to the class. Now the floor is back to Kesia. Thank you. Thank you so much. Yes, Kesia. Thank you so much. You're welcome. Hello, everybody. Grace and peace be yours in abundance. എൻ്റെ പേര് കെസിയ. ഫസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ എൻ്റെ പേര് കെസിയ അന്ന മത്തായി. ഇവിടെ UAE റാസൽ ഖൈം എന്ന സ്ഥലത്ത് പേരൻസിൻ്റെയും ബ്രദറിൻ്റെയും കൂടെ ആണ്. ബൈ ഗോഡ്സ് ഗ്രേസ് കോട്ടയം BCM കോളേജിൽ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ചെയ്യാൻ സ്വർഗം എന്നെ സഹായിച്ചു. I thank God for that. And this opportunity is definitely a huge, I thank God for it. It is definitely my honor and privilege to be a part of this huge and wonderful journey. Today we begin a very beautiful journey because English is a very beautiful language, and our language padikkunnathu is a very beautiful journey. And it's definitely an honor to be with you, to lead you with the help of my most beloved pastor uncle, my mentor, our spiritual father, Dr. Babu John Vetamala, and also with the Hallelujah Academy. I consider this a huge privilege, and I thank God for this huge opportunity. And I thank Hallelujah Academy and also Pastor Babu John for choosing me for this. I'd like to welcome all of you to this class. I hope we have a good time together. Okay, so let me please share the screen for all of you.
screen കാണാവോ എല്ലാവർക്കും? Can I say thumbs up if you can all? Yes, Okay, കാണാം. thank you. Yeah, thank you. Okay. So, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് it is Fundamentals of English Language, Grammar and Structures. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവല്ലേ? സോ ഇറ്റ് ഇസ് നോട്ട് എ ലാംഗ്വേജ്. നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ ലാംഗ്വേജ് അല്ല, ലാംഗ്വേജ്. ഓക്കെ, കെൻ യു ഓൾ ട്രൈ ഇറ്റ്? മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ കെൻ യു ഓൾ ട്രൈ ഇറ്റ്? ലാംഗ്വേജ്. The fundamentals of English language, grammar and structures. So അതാണ് ഇപ്പൊ നമ്മൾ എന്തോ പഠിക്കാൻ പോകുന്നത്? We're going to study the fundamentals of English language, grammar and structures. So our chapter 1 will be the agreement between subject and predicate. So subject endana, predicate endana, ennallam we'll learn one by one. So before we get into our chapter, before we get into our lesson for today, let me ask you a question. How do you learn a language? ഇപ്പം നമ്മൾ പലരും we have all completed school, നമ്മൾ സ്കൂളിങ്ങും കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. ആൻഡ് പലരും സ്കൂൾ ലൈഫിലാണ്. Many of you are doing in your college life, in your college years. But we all have different techniques of learning stuff. അല്ലെ, ചില ആൾക്കാർ പറയും എനിക്ക് ഉറക്കെ വായിച്ചു പഠിക്കുമ്പോഴല്ല മനസ്സിലാവുന്നത്. ചിലർ പറയും when I read ഇങ്ങനെ മനസ്സിൽ വായിച്ചു പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. So different people have different techniques of studying anything, let it be anything. So when it comes to studying a language, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പം there is just one theory of learning a new language. How do you learn a new language? We have the theory, the LSRW theory. The LSRW, the 4 factors, the LSRW. ഈ LSRW എന്താണ്? ഇപ്പം ഒറ്റ നോട്ടിൽ തന്നെ പലർക്കും മനസ്സിലായി കാണും. It is the listening, speaking, reading and writing theory. The theory of listening, speaking, reading and writing. ഈ 4 സംഭവങ്ങൾ ഒരുമിച്ച്, when it comes together, that is when we will be able to learn a new language. ഈ 4 എലിമെന്റ്സിനും ഏറ്റവും പ്രോമിനന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ് ആണ് the element of listening, കേൾക്കുന്നത്. So let me just ask you something. If I don't speak a language, if I don't speak in English, how can you even listen to it? And if you don't listen, how can you speak? ഒരു simple idea അല്ലേ? ഇപ്പം ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ലെങ്കിൽ how can another person listen? And if you don't listen, you'll never be able to speak. So listening good English, listening English in the proper manner and listening to proper English is definitely one of the most important elements of learning the English language. Okay. Moving forward. There is a question. നമ്മൾ പലരും English is not a totally new subject, totally new language to all of us. നമ്മൾ കുഞ്ഞിലെ തൊട്ട് പല രീതികളിലും we've heard English, we've spoken in English, we've written in English, we've read English. പല രീതിയിലും നമ്മൾ ഇംഗ്ലീഷിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ was it always the correct way? നമ്മൾ ഇംഗ്ലീഷ് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ യൂസ് ചെയ്തിട്ടുള്ളത്? അല്ലല്ലേ. വി ഓൾ നോ ദാറ്റ് നമ്മൾ എല്ലാവർക്കും ഗുഡ് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് അല്ലേ. ഇഫ് വി നോ ദാറ്റ് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് കറക്റ്റ് ആണ്, എൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ അടിപൊളി, ഐ കൻ ഡു വെരി ഗുഡ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആൾ ഡെഫിനറ്റ്ലി നമ്മളിവിടെ വരത്തില്ല. പക്ഷെ വി നോ ദാറ്റ് വി നീഡ് ടു ഇംപ്രൂവ് our stand in the language, our ability to handle the language, and that is the main reason why we are all here. And there are certain people who can speak good English. At the same time, there are another few people who are unable to speak good English.
നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് അല്ലെങ്കിൽ ഗ്രീക്ക്, ലാറ്റിൻ പോലുള്ള നമുക്ക് ഒട്ടും അറിയാത്ത ഒരു സബ്ജക്ട്, ഒരു ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്. പക്ഷെ എന്നാലും it's not always right. We haven't been using it always in the right factor and in the right method. And how can we improve it? Definitely, speaking good English is definitely possible. Impossible ആയിട്ടുള്ള കാര്യമല്ല. It is possible. പക്ഷെ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബെറ്റർ ആക്കാനും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും നമുക്ക് പറ്റും. And our one factor endana, and that is what our journey is all about. English is a beautiful language, and our language in beautifully nammal kaigaryam cheyan ulla confidence beautifully kaigaryam cheyan chuma confidence matram varallo namukku arivu venam. So when we have the knowledge, or when we got a good idea about what the content or what the thing is about, we'll be able to execute it well. ഒരു സംഭവം അറിയാതെ നമുക്ക് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യം നമ്മൾ പഠിക്കണം. ആൻഡ് ആ പഠനം ആണ് ഈ ഒരു ജേർണി. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലേണിംഗ്. നമ്മൾ ജസ്റ്റ് ആസ് ഐ ടോൾഡ് ഏർലിയർ, നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, പല രീതികളിലും ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു ജേർണിയിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലേണിംഗ്, ഇറ്റ്സ് ഓൾസോ എ പ്രോസസ് ഓഫ് അൺലേണിംഗ്. നമ്മൾ പഠിച്ചിരുന്ന പല കാര്യങ്ങൾ മേ ബി തെറ്റായിരിക്കാം, മേ ബി കുറച്ചൊക്കെ ശരിയായിരിക്കാം, whatsoever it may be. എങ്ങനെ ആയിരുന്നാലും ഇറ്റ് ഈസ് ദിസ് ജേർണി, നമ്മുടെ ഈ ഒരു ജേർണി ഇന്ന് തൊട്ട് we are going to begin a beautiful journey. And our journey, we will be learning new things, and we will be also unlearning new things. I mean, several things that we have already learned. Okay, so let's move forward. അപ്പം ഞാനിത് പറയുന്നതിൻ്റെ ഒറ്റ ഒരു റീസൺ ഇസ് നമ്മൾ ഒരിക്കലും വഴിയിൽ ഇടയ്ക്ക് നിർത്തി പോകുന്നവരായിരിക്കരുത്. Okay, so this is a beautiful journey, and let's make sure that we come to the completion of this beautiful journey. Okay. Another important question. How do you decide the accuracy of a sentence in the English language? നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു സംഭവം, ഒരു സെന്റൻസ് എഴുതുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഇപ്പം ചില നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസ് എഴുതി, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിലപ്പോൾ നമുക്ക് വേറൊരു കുറച്ചുകൂടി നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ ഹെൽപ്പ് പലപ്പോഴും നമുക്ക് വേണ്ടി വരും. ഇപ്പം ഹൗ കെൻ യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്? ഓക്കെ, ഇപ്പം നമ്മൾ ദി ആപ്പിൾ ഇസ് റെഡ് ഇൻ കളർ, അല്ലെങ്കിൽ ദി ആപ്പിൾ comes in different colors എന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു സംഭവം എഴുതി. How do you decide if the sentence you have written is correct or not, correct or incorrect എന്ന് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും? So അതിന് രണ്ട് എലിമെന്റ്സ്. Every sentence has two elements, the subject and the predicate. So these are the two elements which decide or which determine the accuracy of a sentence. നമ്മുടെ സെന്റൻസിന്റെ സബ്ജക്റ്റും predicateും കറക്റ്റ് രീതിയിൽ വരേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് വന്നാൽ we can say that this sentence is grammatically correct. I hope that is clear. Let's move forward. So നമ്മൾ നോക്കി, every sentence has two elements. ഇപ്പം നമ്മുടെ സെന്റൻസ് കൺസ്ട്രക്ഷൻ, നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആയാൽ നമ്മുടെ സെന്റൻസസ് കറക്റ്റ് ആകും. ആൻഡ് നമ്മുടെ സെന്റൻസസ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ കോൺവെർസേഷൻസ് കറക്റ്റ് ആകുന്നത്. അപ്പം വി ക്യാൻ കോൺഫിഡൻ്റ്ലി സ്പീക്ക് right in the language. So how do you determine? We spoke about this subject element and also the predicate element. So is subject enduvan? What do you mean by the subject of a sentence? അപ്പം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കോമൺ ജനറൽ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾക്ക് a very simple definition. The subject of a sentence can be defined as who or what the sentence is about. Okay? Vaatala, what. That is how we pronounce it. Who or what. The subject of a sentence can be defined as who or what the sentence is about. അതായത്
ഒരു സബ്ജക്റ്റില് ഒരു സെന്റൻസില് ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്, ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ്. So what is a subject? The subject of a sentence can be defined as who or what the sentence is about. എന്താണ് who or what the sentence is about? ഒരു സെന്റൻസ് ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതാണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ്. ഓക്കെ, സോ നമ്മുടെ സെന്റൻസ് കറക്റ്റ് ആവാൻ എന്ത് വേണം? നമ്മുടെ സബ്ജക്ട് കറക്റ്റ് ആവണം. നമ്മുടെ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് കറക്റ്റ് ആകുമ്പോഴാണ് അവർ തമ്മിലുള്ള എഗ്രിമെന്റ്, അവർ തമ്മിലുള്ള കണക്ഷൻ, അവർ തമ്മിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ സെന്റൻസ് കറക്റ്റ് ആകുന്നത്. സോ ആദ്യം വി നീഡ് ടു നോ വാട്ട് ദ സബ്ജക്ട് ഇസ്, what the subject of a sentence is. So I hope it is clear. The subject of a sentence, when naan ingane parayumbom thanne, let's all learn it together. It's a process of, we're all doing it together. It's not just one person speaking, we're all doing it together. But nammade mics mute aayirikkumbom thanne, let's all talk, say it loud. Keto, the subject of a sentence can be defined as who or what the sentence is about. I know when we say it in a musical manner, I believe retain in my memory. The subject of a sentence can be defined as who or what the sentence is about. Now, what in the pronounce the answer? What? What? Okay. So few examples. We are playing cricket. My brother is playing cricket. These are two examples. Who do you think, or what do you think the subject is? Unmute mute you guys, you can just decide. My brother is playing cricket in a sentence. ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? എന്റെ ബ്രദറിനെ കുറിച്ചല്ലേ. മൈ ബ്രദർ പ്ലേയിങ് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ ബാഡ്മിന്റൺ ആണോ, ഡസന്റ് മാറ്റർ. ഇപ്പൊ നമ്മൾ എന്തോ ശ്രദ്ധിക്കുന്നത് സബ്ജക്ട് എലമെന്റിനെ കുറിച്ച്. സോ ആ സെന്റൻസ് ആരെ കുറിച്ചാ പറയുന്നത്? എന്റെ ബ്രദറിനെ കുറിച്ച്. സോ മൈ ബ്രദർ ഇസ് ദി സബ്ജക്ട് ഓഫ് ദി സെന്റൻസ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഏതൊരു സെന്റൻസ് കിട്ടുമ്പോഴും ആ സബ്ജക്ട് ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതായിരിക്കണം നമ്മുടെ the first thing that we look into. That analyze the കഴിയുമ്പോൾ we'll understand about it. A few examples, just ഒന്ന് പെട്ടെന്ന് നമുക്ക് കുറച്ച് examples നോക്കാം. The boy is playing, and I said the boy ആണ് subject, is playing the predicate. But the boy is playing another ആരെ കുറിച്ച് സംസാരിക്കുന്നത്? The boy കുറിച്ച്. He may be playing, he may be dancing, he may be singing, he may be eating, whatever he may be doing. Whom does it talk about? Like, who does the sentence tell us about? So the boy. But the boy is playing, the boy. We are dancing, we are a subject. Are dancing, predicate. The sun shines brightly. The sun in the subject, shines brightly, the predicate. Tom is playing cricket. Tom the subject, is playing cricket, the predicate. The house we live in was built by my father. The house, so the subject is the house. This toy was my childhood favorite. When the childhood favorite, and then this toy, this toy talks about a toy. This toy. The boys were dancing to the tune. So who were dancing? The boys were dancing. So the boys are not the subject. I am playing cricket. So avada cricket kalikkunna I. Okay, I am the subject. They are singing a melody. So avada aara paadunne? They. Let it be A, B or C. Aara aayikkotte. പക്ഷെ അവിടുത്തെ സെന്റൻസിൽ ആരെ കുറിച്ചാ? ഏതോ ഒരു ദയെ കുറിച്ചാ പറയുന്നത് അല്ലേ? It may be Kessia, Babu John pastor, Sam Kuti pastor. It could be anybody. A, B or C. So ആരെ കുറിച്ചാണെങ്കിലും എന്തോ ഒരു they. So ആ they ആണ് നമ്മുടെ അവിടുത്തെ ആ സെന്റൻസിന്റെ സബ്ജക്ട്. Moving forward, the book was torn by my little brother. The book was torn by my little brother. So എന്തിനെ കുറിച്ചാ പറയുന്നത്? കീറിയ ബുക്കിനെ കുറിച്ച്. Okay, so the book. This plate is broken. This plate is broken. Broken അല്ല, broken. Oh, broken. Okay, so അവിടുത്തെ സബ്ജക്ട് എന്താണ്? The plate. This plate. I had breakfast. I.
I have bought a new pen. I will be the subject and the rest will be the predicate. I will visit my grandparents next week. I is the subject. We are going on a family tour. We are the subject. We are going on a family tour. Tour alla tour. So let's move forward. Can I all see thumbs up? If you all are good with it, if we are all good moving forward, okay, shall we? Okay, so thumbs up kandilla. I mean, okay, thank you so much. Okay, so do you want me to repeat any of the portion? Okay, let me take it as a no. Okay, moving forward. Yeah. The next topic that we're going to discuss is B. Already we're going to study A, B, and C. മൂന്ന് കാര്യങ്ങൾ. A നമ്മൾ already നോക്കി, subject. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് B, elements of subject. Okay, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഏതൊരു സെന്റൻസും കറക്റ്റ് ആകണമെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇവർ തമ്മിലുള്ള എഗ്രിമെന്റും കറക്റ്റ് ആവണം. സോ വെൻ the agreement between a subject and a predicate comes in the right manner, the sentence is grammatically correct. അപ്പം സെന്റൻസിന്റെ 2 elements ആണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അപ്പം സബ്ജക്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് സബ്ജക്റ്റിന്റെ elements. So we have first person, second person, and third person. So these are the 3 elements of subjects. The first person nathe varuna rendu words aanu I and we. Okay, so first person nu vechal endha njanum njan ulpadunna oru group. Okay, it can be me and my brother, or me and my father, me and my friends. Okay, so we have first person adu varunathu I and we. Second person il varunathu you, your, and yours. Okay, second person il varuna words aanu, it is you, your, and yours. Third person il first personum second personum allatha ella nouns and pronouns varuna category aanu third person. Let me repeat it for you. First personum second personum allatha ella nounsum pronounsum included ആയിരിക്കുന്നത് third person എന്ന് പറഞ്ഞ elementലാണ്. So just make it clear. First person I and we രണ്ടെണ്ണം. Second person we have you, your, and yours മൂന്നെണ്ണം. So 2 plus 3 ആയിട്ടുള്ള 5 words, 5 words ഇതാണ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടും സെക്കൻഡ് പേഴ്സൺ ആയിട്ടും ഡിവൈഡ് ആയിരിക്കുന്നത്. ഈ 5 അല്ലാതെയുള്ള എല്ലാ നൗൺസും പ്രോനൗൺസും is included, അല്ലെങ്കിൽ is told to be in the third person. ഈ തേർഡ് പേഴ്സണെ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടും തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടും. ഇപ്പൊ എല്ലാ വേർഡ്സിനും സിംഗുലർ നൗൺസും പ്ലൂറൽ നൗൺസും ഉണ്ട്, നമുക്കറിയാലോ. പോട്ട്സ്, പെൻസ്, ഓക്കെ, കാറ്റ്. അപ്പൊ അങ്ങനെ വി ഹാവ് പ്ലൂറൽ ആൻഡ് സിംഗുലേഴ്സ് ഉണ്ട്. സോ അപ്പൊ ഈ തേർഡ് പേഴ്സന്റെ ഡിവിഷൻ ആണ് സിംഗുലറും പ്ലൂറലും. തേർഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് തേർഡ് പേഴ്സൺ plural. I hope this is also clear. So part B of our today's class is elements of subject. And there is first person, second person, and the third person. First person le varunadana I and we. Second person le you, your, and yours. Ippam njan enne kurichum njan ulpadunna oru group ne kurichum parayumboഴാണ് first person ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് second person ഉപയോഗിക്കുന്നത്. You, your, and yours. And third person, first personലും second personലും അല്ലാത്ത എല്ലാ nounsum pronounsum ആണ് third person. And it is again divided into third person singular and third person plural. I hope this is clear. Shall we move forward? Okay. Thank you.
So we have three main topics, A, B and C. A, B and C ആണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. A already കഴിഞ്ഞു, subject. B, subjectന്റെ elements. And C, factors of agreement. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ദീസ് ആർ ദ ടു എലിമെന്റ്സ് ഓഫ് എ സെന്റൻസ്. ഈ രണ്ട് എലിമെന്റ്സും തമ്മിലുള്ള എഗ്രിമെന്റ് ശരിയായാൽ ആ സെന്റൻസിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ഗ്രാമാറ്റിക്കാലിറ്റി ആക്യുറേറ്റ് ആയി, ഗ്രാമാറ്റിക്കലി അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ഫാക്ടേഴ്സ് ഓഫ് എഗ്രിമെന്റ് ശരിയാണല്ലോ. സോ ഹൗ ഡു വി ഡിറ്റർമിൻ അല്ലെങ്കിൽ what do you mean by the agreement അല്ലെങ്കിൽ connecting factor? ഈ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കണക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് we call them auxiliaries. ആ കണക്ടിങ് ഫാക്ടർ ശരിയാകുമ്പോഴാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം ശരിയാകുന്നത്. So adina we need to understand the different auxiliaries. We need to learn the different auxiliaries. അന്നേരമേ കറക്റ്റ് ഓക്സിലറി കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമ്മുടെ സെന്റൻസിന്റെ ആക്യുറസി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. So what are the connecting factors? When we move from the subject to the predicate, the connecting factors are called auxiliaries. ഇത് രണ്ട് two poles നിൽക്കുന്ന സംഭവമാണ്. They are poles apart. So രണ്ട് ഭാഗത്ത് നിൽക്കുന്ന സംഭവത്തെ ഒരുമിപ്പിക്കുന്ന factor ആണ് auxiliaries. So what are auxiliaries? They are the connecting factors. ഒരു സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും, അതായത് സെന്റൻസിന് രണ്ട് എലിമെന്റ്സിനെ, ആ രണ്ട് എലിമെന്റ്സ് എന്താണ്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഈ രണ്ട് എലിമെന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് auxiliaries. ഈ auxiliaries ശരിയായാലേ അവർ തമ്മിലുള്ള കണക്ഷൻ ശരിയാവത്തുള്ളൂ. ഓക്കെ, ആ കണക്ഷൻ ശരിയായാലേ അവർ തമ്മിലുള്ള കറക്റ്റ് എഗ്രിമെന്റ് ആവത്തുള്ളൂ. ആ എഗ്രിമെന്റ് ഉണ്ടായാലല്ലേ നമ്മുടെ സെന്റൻസും കറക്റ്റ് ആവത്തുള്ളൂ. So auxiliaries are important. Know your auxiliaries and know where to put them. Okay, so we have 4 B forms. B forms li varunathu am, is, are, was and were. So idella nammal nalla familiar aayittulla words alle. Am is, okay, the apple is, this is my apple, this is my apple എന്ന് പറയുമ്പോൾ is അതൊക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. പക്ഷെ നമുക്കത് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ we don't know where to put them. ഈ ആമും ഈസും ആറും വാസും വേറൊക്കെ എവിടെയായി കറക്റ്റ് ആയിട്ട് ഇടേണ്ടതെന്നും എങ്ങനെ അതിനെ യൂസ് ചെയ്യണം എന്നും അറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ ഒരു ഡ്രോബാക്ക്. So, but if you know when to do, where to use it and how to use it, definitely things are going to be clear and smooth. So B forms il varunadana am, is, are, was and were. So naalannam B forms naalannam. Just feed it in the memory. Am, is, are, was and were. The B forms just keep repeating it. Get it? Am, is, are, was and were. Then we have the do forms. Auxiliaries le second one nana. Do forms. Do, does, did. Okay, so do in the pala forms are do, does and did. I hope it's clear. Be the pala forms are am, is, are, was and were. Adupole do the pala forms are do, does, did. Have in the pala forms are have, has and had. The 3 forms of have are have, has and had. Modulus. Will, would, shall, should, can, could, may, might, must, need, dare, ought to. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മോഡുലസിനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കാം, ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. Will, would, they come together. Will, would, shall, should, can, could, may, might, must, they come together. പിന്നെ need, dare, ought to. ആ രീതിയിൽ let's separate it. Let's segregate it and study. Will, would, shall, should, can, could, may, might, must, need, dare, ought to. And just keep in mind, the order, correct to follow ചെയ്ത് നമുക്ക് പോയാൽ കുറച്ചുകൂടി നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ആയി വിൽ ബി ഏബിൾ ടു ഡു ബെറ്റർ. സോ നമ്മൾ ഓക്സിലറീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആൻഡ് ദ 4 types of auxiliaries, we have the B forms, the do forms, have forms and the modulus. So these are the 4 auxiliaries.
So these are the four things, the four topics that we discussed today. So onnoda, let's have a recap. Let's rewind the chapter once again. Let's begin with the subject. Subject endana? The subject of a sentence can be defined as who or what the sentence is about. ഒരു സെന്റൻസ് എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. That is the subject of the particular sentence. അതിന് പല എക്സാമ്പിൾസ് നമ്മൾ നോക്കി. My brother is playing cricket. We are playing cricket. അതിനകത്ത് എന്തൊരു സെന്റൻസ് കേൾക്കുമ്പോഴും ആദ്യം whom does it talk about? Like what is it talking about? ആ ഒരു സെന്റൻസ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുമ്പോൾ we'll get the subject. അപ്പം സെന്റൻസിന്റെ 2 എലമെന്റ്സ് ആയ സബ്ജക്ട് ഓൾറെഡി നമുക്ക് ക്ലിയർ ആയി. അടുത്തത് the different elements of subject, the first person, second person and the third person. First person എന്താണ്? I and we. Simple. First person. ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് we. So I, we. So that is first person. I and we ആണ് first person അണ്ടറിൽ വരുന്നത്. Second person അണ്ടറിൽ വരുന്നു you, your and yours. Okay, you, your and yours. Second person. Third person. First personലും second personലും നിന്നും എക്സ്ക്ലൂഡ് ആയിരിക്കുന്ന, ലൈക്ക് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അല്ലാത്തതായ all other nouns and pronouns ആണ് third person. And third person, it's again divided into third person singular and third person plural. പിന്നെ C എന്താണ്? We learned about the factors of agreement. So subjectന്റെയും പ്രെഡിക്കറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു എഗ്രിമെന്റ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചറും കറക്റ്റ് ആകും. അപ്പം ആ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെയാ, ലൈക്ക് ഹൗ ഡു വി ഡിറ്റർമിൻ ദ റിലേഷൻഷിപ്പ്? സബ്ജക്റ്റിനെയും പ്രെഡിക്കറ്റിനെയും കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഓക്സിലറീസ്. ഈ ഓക്സിലറീസ് ശരിയായാൽ ഇവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ശരിയാകും. ആ കണക്ഷൻ ശരിയാകുമ്പോഴാണ് അവർ തമ്മിലുള്ള എഗ്രിമെന്റ്, ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു എഗ്രിമെന്റ് കറക്റ്റ് ആവുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെൻ ദേ ആർ ഇന്റർ റിലേറ്റഡ്. മനസ്സിലായോ? സോ ഓക്സിലറീസ് ആർ ദി കണക്ടിങ് ഫാക്ടേഴ്സ്. Auxiliaries in the 4 types. So P forms, do forms, have forms and the modulus. B forms under വരുന്നു am, is, are, was and were. Do forms വരുന്നു do, does and did. Have forms വരുന്നു have, has and had. Modulus വരുന്നു will, would, shall, should, can, could, may, might, must, need, dare and ought to. So these are the 3 topics for today. I hope it is clear. Thank you. Actually, you're on mute. Mute. Sorry, yeah. Yeah, it's okay. ബി എലമെന്റ് ഓഫ് സബ്ജക്റ്റ് ഒന്നുകൂടെ പറയാമോ? എലമെന്റ് ഓഫ് സബ്ജക്ട് ഒന്ന് ഫസ്റ്റ് പേഴ്സൺ. ഐ, വി. 2 സെക്കൻഡ് പേഴ്സൺ യു, യുവർ, യുവേഴ്സ്. 3 തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ. ദ ഡോഗ് ഈസ് റണ്ണിങ്. ഡോഗ് ഫസ്റ്റ് പേഴ്സൺ ആണോ? അല്ല. എന്താ അല്ലാത്തത്? ഫസ്റ്റ് പേഴ്സൺ ആകെ 2 പേരുള്ള ഡോഗ് അല്ല. സെക്കൻഡ് പേഴ്സൺ ആണോ? അല്ല. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ. ഇനി പട്ടികൾ കൂട്ടമായിട്ട് ഓടുകയാണെങ്കിലോ ഡോഗ്സ്, അത് തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഒരു പട്ടി ഉള്ളെങ്കിലോ തേർഡ് പേഴ്സൺ. അപ്പൊ സബ്ജക്ട് എലമെന്റ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഫസ്റ്റ് പേഴ്സണിൽ ആരൊക്കെയാ ഉള്ളത്? ഐയും വിയും. സെക്കൻഡ് പേഴ്സണില് യു,
പിന്നെ യു റിവേഴ്സ്. തേർഡ് പേഴ്സണിലോ ഫസ്റ്റ് പേഴ്സണിലും സെക്കൻഡ് പേഴ്സണിലും ഉൾപ്പെടാത്ത എല്ലാവരും തേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ നൗ? ഓക്കെ ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സെക്കൻഡ് പേഴ്സണില് അലക്സ് സോറി, സെക്കൻഡ് പേഴ്സണില് യു മാത്രമേ ഉള്ളൂ അത് അല്ലേ? ഈ സെക്കൻഡ് പേഴ്സണിലെ സബ്ജക്ട് പാർട്ടിൽ യു മാത്രമേ വരത്തുള്ളൂ. പക്ഷെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവായ യുവറും യുവേഴ്സും സബ്ജക്റ്റ് ആയിട്ട് വരുന്ന പല സെന്റൻസ് ഉണ്ട്. യുവർ നെയിം, what are the name? Yours is a good argument. Yours is a good argument. കണ്ടോ, അവിടെ യുവേഴ്സും സബ്ജക്റ്റ് ആയിട്ട് വന്നു, യുവറും സബ്ജക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ അത് ഒത്തിരി കോമൺ അല്ല. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സെക്കൻഡ് പേഴ്സണിൽ യു ആണ്. നമ്മൾ യുവിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം യു മാത്രം എടുക്കുകയാണെങ്കിൽ എഗ്രിമെന്റിന്റെ പ്രോബ്ലം ഉണ്ടാകത്തില്ല. യുവറും യുവേഴ്സും എടുക്കുമ്പം എഗ്രിമെന്റിന്റെ പ്രോബ്ലം ഉണ്ടാകും. അത് പറയുന്നുണ്ട്. കെസി എന്നൊക്കെ അത് പറഞ്ഞു തരും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഓക്കെ, താങ്ക് യു. വെൽക്കം. ലാസ്റ്റത്തെ വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള മസ്റ്റ്, MUST, മസ്റ്റ്, നീഡ്, ഡെയർ, ഡെയർ, ought, OUGST, ought to. സാറേ, ഡയർ എന്ന് പറഞ്ഞ മീനിങ് എന്താന്ന് പറയാം? ഡെയർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഫുൾ വേർബായിട്ട് ഒരു മീനിങ് ഉണ്ട്. ധൈര്യം കാണിക്കുക. അത് തന്നെ ഓക്സിലറി ആയിട്ട് വരും. സാറ് ഹായ്, ഒരു സജഷൻ പറയാനായിട്ടായിരുന്നു പറയുന്നത്. നമ്മ ഈ മേളിൽ ABC എന്നുള്ള 3 ഹെഡിങ്സും പറയുമ്പോ, ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോ അത് മലയാളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊന്ന് മനസ്സിലാകും. കാരണം അത് ഹെഡിങ് മുതല് ലാസ്റ്റ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് ഭൂരിഭാഗം ഇംഗ്ലീഷിൽ. അപ്പൊ നമ്മൾ ഈ പഠിക്കാനാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് എല്ലാം ഒന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹലോ സർ, ഹലോ സർ, സബ്ജക്ട് ഓഫ് എ സെന്റൻസ് ക്യാൻ എന്ന് മാത്രമേ എഴുതിയുള്ളൂ. ഒന്ന് കാണിക്കൂ. സാറേ, എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാൻഡ് റൈസ് സിമ്പൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരോട് മറുപടി പറയാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ഹലോ യെസ് പറഞ്ഞോട്ടെ. ഈ ഫ്ലോറിലുള്ളവര് ഹാൻഡ് റൈസ് സിമ്പൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ആൻസർ ചെയ്യാൻ എളുപ്പമാകും. കോമൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാതെ പറ്റും. ഓക്കെ, ആ ഹാൻഡ് റൈസ് സിമ്പൽ ഇപ്പൊ എടുത്തിരിക്കുന്ന ആരാണ്? സിമിഡോണിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാട്ടെ. സിമിഡോണിന്റെ ക്വസ്റ്റ്യൻ എന്തുവാ? അവര് പോയി. എവിടെ പോയി? നിർത്തിയിട്ട് പോയി. ഓക്കെ, അടുത്ത ആരുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ? ക്വസ്റ്റ്യൻ ഇനി ആരുടെ ഉണ്ടോ?
ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ റിയാക്ഷൻ ബട്ടണിൽ ഹാൻഡ് റൈസ് സിമ്പിൾ ഉപയോഗിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. സിമി ഡോൺ, യു ക്യാൻ ആസ്ക് നൗ. സോറി സർ, സർ ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം കണക്ഷൻ പോയതാണ്, സോറി. സാറ് എനിക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്നുള്ളത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവോ? അത് ഇപ്പം സബ്ജക്റ്റ് മാത്രമല്ല പറഞ്ഞല്ലോ, പ്രെഡിക്കേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. വി ആർ പ്ലേയിങ് ക്രിക്കറ്റ്. വി, ഞങ്ങളെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ടോൾഡ് അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിനെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു അതിനാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടോൾഡ് അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. വി ആർ പ്ലേയിങ് ക്രിക്കറ്റ്, വി സബ്ജക്റ്റ് ആണ്. ഞങ്ങളെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു, അത് പ്രെഡിക്കേറ്റ് ആണ്. ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ്, ഐ സബ്ജക്റ്റ് ആണ് അല്ലേ? എന്നെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സബ്ജക്റ്റിനെ പറ്റി എന്ത് പറയുന്നു അതാണ് പ്രെഡിക്കേറ്റ്. ആ പാർട്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല. നമ്മൾ ഇന്ന് എടുത്തത് സബ്ജക്റ്റും സബ്ജക്റ്റ് എലിമെന്റ്സും സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റുമായി കണക്ട് ചെയ്യുന്ന ഓക്സിലറീസ്, അത്രയും മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ ടു യു നൗ? യെസ് സർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ആരെങ്കിലും പിന്നെ ഹാൻഡ് റൈസ് ബട്ടൺ അമർത്തിയിട്ടുണ്ടോ? ആരും ഹാൻഡ് റൈസ് ബട്ടൺ അമർത്തിയിട്ടില്ല സാറേ. റിയാക്ഷൻ ബട്ടണിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് സിമ്പിൾ ഉപയോഗിക്കാമെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നതാണ്. ടി ജെ ജോർജ്, മിസ്റ്റർ ടി ജെ ജോർജ് ചോദിച്ചാട്ടോ. സാറേ, ഞങ്ങൾ ഇപ്പൊ നോട്ട് എഴുതി എടുക്കണോ അതോ നോട്ട് എഴുതാനായിട്ട് ഞങ്ങൾക്ക് സാവകാശം തരുമോ? ഇപ്പം സ്പീഡിൽ എഴുതാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, ഫൈൻ. അടുത്ത ക്ലാസ് വളരെ സ്ലോ ആയിട്ട് ഓരോ പാർട്ടും നിങ്ങൾ നോട്ട് എഴുതി എടുത്തെന്ന് ഉറപ്പായി കഴിയുമ്പോഴേ അടുത്ത സെന്റൻസ് വരത്തുള്ളൂ സ്ക്രീനിൽ, കേട്ടോ? നിങ്ങൾ ഏത് കാര്യം എഴുതുമ്പോഴും ഇപ്പൊ ഇത്രയും സ്പീഡിൽ സ്വാഭാവികമായിട്ട് എഴുതാവുന്നതാണെന്ന് നമ്മുടെ ഒരു വിചാരം. അപ്പൊ സപ്പോസ് എഴുതാൻ ഒടുവിലത്തെ മിസ്സായി പോയി, കാരണം അധിക സമയം സ്ക്രീൻ കാണിച്ചില്ല. അതായത് സി ഫാക്ടർ ഓഫ് എഗ്രിമെന്റ്, സി ഫാക്ടറിന്റെ എഗ്രിമെന്റില് അപ്പൊ ഓക്സിലറീസ് പറഞ്ഞത് ഒന്ന്, പിന്നെ ഇത് ബി ഫോംസിൽ ആം, ഈസ്, ആർ, വാസ്, വർ. രണ്ടാമത്തത് ഡു ഫോംസിൽ ഡു, ഡസ്, ഡിഡ്. മൂന്നാമത്തത് ഹാവ് ഫോംസിൽ ഹാവ്, ഹാസ്, ഹാഡ്. ഇനി അടുത്തതാണ് മോഡ്യൂലർ ഫോംസ്. മോഡ്യൂലർ ഫോംസ് പറയാൻ കാരണം എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ അത് വരും, ഏത് സബ്ജക്റ്റിലൂടെ വരാം. അതുകൊണ്ടാണ് മോഡ്യൂലർ എന്ന് പറയുന്നത്. ഏതൊക്കെയാ? വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, ഡു, ഡസ്. സോറി, അത് പറഞ്ഞു. ക്യാൻ, കുഡ്, then may, might, must, need, dare, ought to, OUGST, ought to. Okay, got it. Clear? Okay. Thank you. നിങ്ങൾ സംശയം ചോദിക്കുക. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സംശയം ചോദിക്കാൻ. ആദ്യം പറഞ്ഞ പോലെ നോട്ട് നെസസറിലി ഫ്രം what we taught today. നിങ്ങൾക്ക് ജനറലി ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഏത് സംശയവും നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാവുന്നതാണ്. അത് ഉത്തരം അറിയാമെങ്കിൽ പറയാമെന്ന് ഒരിക്കലും പറയത്തില്ല, അറിയാം പറയുകയും ചെയ്യും, കേട്ടോ? ഓക്കെ. അടുത്ത സംശയം ചോദിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീഡിയോ ഓൺ മോഡിലായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരുടെ ആരുടെയും
പേര് അതിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് പേര് വിളിക്കാൻ കഴിയുന്നില്ല. അടുത്ത പേര് വിളിക്കുന്നത് അലക്സ്. സാർ, നമ്മുടെ ഈ ഇത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഇതിനകത്ത് വരുമല്ലോ. യെസ്, കംപ്ലീറ്റ്. കാരണം ബേസിക് അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് മിസ്റ്റേക്സിന്റെ പ്രധാന കാരണം. ബേസിക് അറിയത്തില്ല, അറിയാതെ കയറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പം ഞങ്ങൾ ഈ തങ്കശ്ശേരിക്കാരെ കളിയാക്കി പറയും, ഒരു പെമ്പിളുമ്പരുടെ കൊച്ചിനെ വടക്കേലെ അവരാൻ തല്ലി. കെട്ടിയോട് അവർ പറയാ, ഐ ബീറ്റ് യു ബീറ്റ് വൈ വടക്കേലെ അവരാൻ ബീറ്റ്. ഐ ബീറ്റ് യു ബീറ്റ് വൈ വടക്കേലെ അവരാൻ ബീറ്റ്. അതിനകത്ത് വല്ല ഗ്രാമറുണ്ട്, ആലോചിക്കുക, വല്ല ഗ്രാമറുണ്ട്. ഇങ്ങനൊന്നും ഇംഗ്ലീഷ് പറയരുത്. ഇംഗ്ലീഷിന്റെ ഗ്രമാറ്റിക്കാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഗ്രമാറ്റിക്കാലിറ്റി കൂടെ സെന്റൻസ് ഫോം ചെയ്യാമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും 100% ആക്യുറേറ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും നിങ്ങൾ പലതും വിളിച്ചു പറയും, കേൾക്കുന്നവർക്ക് എന്തൊക്കെ മനസ്സിലായിരിക്കും. ഞാൻ ഈ റീസെന്റ് ടൈം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ കെയർ ചെയ്യാൻ വന്ന ഒരു വേറെ രാജ്യക്കാരത്തി എന്നോട് പറയാ, ഐ ആം വെരി തൈറത്. യു തൈറത് ആർ യു ടയർഡ് എന്ന് ചോദിക്കുക. യു തൈറത്, ഐ ആം വെരി തൈറത്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അല്ല. അപ്പം പ്രൊനൗൺസിയേഷൻ, ഗ്രമാറ്റിക്കാലിറ്റി, ബേസിക്കൽ കറക്റ്റായിട്ട് ലെസൺ 1 മുതൽ പോയില്ലെങ്കിൽ, ഈ മലയാളത്തിൽ പറച്ചിലുണ്ട്, ആശാൻ അക്ഷരം 1 പിഴച്ചാൽ അക്ഷരം 56 പിഴയ്ക്കും. ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ പാർട്ട് 100% ഓക്കെ ആകാതെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇംഗ്ലീഷിൽ വെച്ചിട്ടുണ്ടോ, നിങ്ങൾ ഇൻ ഓൾ യുവർ ലൈഫ് യു വിൽ നെവർ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഗുഡ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയത്തില്ല. യെസ്, ടു കം ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, പ്യുവർ കമ്മ്യൂണിക്കേഷൻ, പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ലെസണിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല സാറേ. ഓക്കെ, ഗുഡ്. So we can conclude the session with a prayer. One of you can pray and conclude the session. Thank you, Kesia, for the wonderful attempt. May the Lord bless you abundantly, exceedingly. Thank you. ജോൺസൺ ആരാ പ്രാർത്ഥിക്കുന്നത്? പാസ്റ്റർ ഡാനിയൽ ജോൺ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, തിരുമുഖത്തേക്ക് നോക്കുന്നു. അനുഗ്രഹീതമായ ഒരു ഇംഗ്ലീഷ് ക്ലാസിൻ്റെ ആദ്യ സെഷൻ ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. പ്രിയ മിസ്സിനെ ദൈവം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഹലേലി അക്കാഡമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് വേണ്ട വിധത്തിൽ പഠിച്ച് നല്ല നിശ്ചയം പ്രാപിച്ച് ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ ഇപ്പോഴായിരിക്കുന്ന ലെവലിൽ നിന്ന് ഒരു ബെസ്റ്റ് ലെവലിലേക്ക്, ഹയർ ഗ്രേഡിലേക്ക് എല്ലാ മേഖലകളിലും അപ്ഗ്രേഡ് ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം അതിനുവേണ്ടി അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ആമേൻ. പഠിപ്പിക്കുവാൻ ആമേൻ പ്രിയ മിസ്സിനെ അവിടുന്ന് സഹായിച്ചല്ലോ, തുടർന്ന് അവിടുന്ന് സഹായിക്കണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. മഹത്വമെല്ലാം കർത്താവിന്, യേശുവിൻ നാമത്തിൽ പ്രിയ കർത്താവേ, ആമേൻ. Thank you. Thank you, Pastor. Thank you very, very much. God bless you. Thank you, Kesia. Thank you, Pastor. Thank you so much.